ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജ്ജു ദിസിലെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പുതിയ കാഴ്ചകളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷൻ ശ്രീലങ്കയുടെ നോർത്ത് ഈസ്റ്റ് കോസ്റ്റിലാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 400 മൈൽ മാറിയിട്ടാണ് പുതുതായിട്ട് ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുള്ളത്. ന്യൂനമർദ്ദം സൈക്ലോണായി മാറിയിട്ട് അതിന് നിവാർ എന്ന് പേര് കൊടുക്കുന്നതാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും ഞങ്ങൾ ഫുൾ സ്പീഡിൽ തന്നെ അടുത്ത പോർട്ടിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പോർട്ട് കൊളംബോയാണ്. കൊളംബോ 22-ാം തീയതി വൈകിട്ട് എത്തുകയുള്ളൂ. രണ്ട് ദിവസമായിട്ട് സൺറൈസും സൺസെറ്റൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആകാശം ഫുൾ ടൈം കാർമേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. 2 ദിവസം ശക്തമായ കാറ്റും മഴയുമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കുളിരായിരുന്നു. അക്കോമഡേഷനുള്ളിലെല്ലാം നല്ല തണുപ്പായിരുന്നു. ചൂട് തീരെ അനുഭവപ്പെടുകയേ ഉണ്ടായില്ല. മുന്നേ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഓരോരോ വീഡിയോസായിട്ട് എൻ്റെ ചാനൽ ഇനി വന്നുകൊണ്ടേയിരിക്കും. മടിയെല്ലാം മാറ്റി നിർത്തിയിട്ട് ഞാൻ വീണ്ടും ശക്തമായിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ കപ്പലിലെ അക്കോമഡേഷൻസും കപ്പലിലെ ഡാൻസുകളും കപ്പലിലെ പാർട്ടിയും, അങ്ങനെ ഒരുവിധം നല്ല നല്ല വീഡിയോസാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. മുന്നോട്ട് കുതിക്കും തോറും ബ്രിഡ്ജിലെ ഫ്രണ്ട് ഗ്ലാസ്സിലെല്ലാം മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. വിസിബിലിറ്റി പതിയെ റെഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വിസിബിലിറ്റി റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഡ്യൂട്ടി ഓഫീസർ മാസ്റ്ററെ ഇൻഫോം ചെയ്യണം. കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫിഷിംഗ് ബോട്ട്സ് ഇവിടെയുണ്ട്. റഡാറിൽ കാർമേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതുകൊണ്ട് ഒന്നും കാണാനും കഴിയുന്നില്ല. എന്നിരുന്നാലും ഞാൻ ക്യാപ്റ്റനെ ഇൻഫോം ചെയ്തു. മഴ പതിയെ തോർന്നു തുടങ്ങിയിട്ടുണ്ട്. ക്യാപ്റ്റൻ താഴോട്ട് പോയി. ഇനി പോർട്ടിലെത്തി കഴിഞ്ഞിട്ട് നമുക്കിനി കപ്പലിൻ്റെ ഫോർവേഡ് സ്റ്റോറിലെല്ലാം പോയിട്ട് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബോസൺ സ്റ്റോറും മറ്റു ഏരിയാസുമാണ്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ആസ്വദിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി ഡെക്കിലെ കാഴ്ചകളെല്ലാം കാണാം. ഡെക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കാർഗോ ഓപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗാൻട്രീസ് എല്ലാം ഉണ്ട്. 1, 2, 3 ലോഡിങ്ങും ഡിസ്ചാർജിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ. ഇത് നമ്മുടെ ഓർഡിനറി സീമാൻ രാഹുലാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനും രാവിലെ കൂടെ ഇപ്പം ഫോർവേഡിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫോർവേഡ് സ്റ്റോറൊക്കെ ഒന്ന് കാണാം. അപ്പം ഉച്ചയ്ക്ക് ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം 3 മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. നല്ല കാർഗോ ഓപ്പറേഷനിൽ ഭയങ്കര സ്ലോ ആണ് ഇവിടെ. ഒരുപാട് വെസൽസ് തൊട്ടടുത്തുള്ള ബർത്തിലൊക്കെ ഉണ്ട്. ഇപ്പം അണ്ടർ ഡെക്കിൽ കാർഗോ ഹോളിൻ്റെ അടിഭാഗത്ത് ഡിസ്ചാർജിങ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. കാരണം ഡിസ്ചാർജിങ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ സെൽഗേഡ് എന്ന് പറയുന്ന സംഭവം, ഈ കാണുന്നതാണ്. അപ്പം അതെല്ലാം ഡാമേജ് ആവും കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്. അപ്പം നമുക്ക് ശരിക്കും നോക്കേണ്ടതുണ്ട്. ഇതേപോലെ അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഫോർവേഡിലേക്ക് പോവാണ്. ഇവിടെ സ്റ്റീവർഡോസും ഫോർമാനെല്ലാം ഇരിക്കുന്നുണ്ട്. അവരെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നേഴ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ.
ഇവിടെയും അണ്ടർടേക്കിലാണ് ഡിസ്ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസ്ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്നാല്. അപ്പം ആ സെൽ ഗേഡ് കണ്ടെയ്നർ എടുക്കാനെന്നുണ്ടെങ്കിൽ സെൽ ഗേഡിനുള്ളിലൂടെ വേണം ആ സ്പ്രെഡർ കയറ്റാൻ. സ്പ്രെഡർ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം കണ്ടെയ്നർ ലോക്കാക്കാണ്. ലോക്കാക്കിയതിന് ശേഷം ഒരേ സമയത്ത് 2 20 feet കണ്ടെയ്നേഴ്സാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. 2 കണ്ടെയ്നേഴ്സ് നിങ്ങൾക്ക് കാണാം, റെഡ് കളറും ബ്ലൂ കളറിലും. അപ്പോൾ 2 കണ്ടെയ്നർ ഒരേ സമയത്താണ് അവർ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴത്ത് ഭാഗത്തൊന്നും നിൽക്കാൻ പാടില്ല, ക്ലിയറായി നിൽക്കണം. വീണ്ടും നമ്മൾ ഇനി ഫോർവേഡിലേക്ക് പോവാണ്. രാവിലെ നമുക്ക് ഫോർവേഡിൽ പോകാം. മൂറിങ് സ്റ്റേഷൻ. ജസ്റ്റ് മൂറിങ് പോർട്ടിൽ എങ്ങനെ ചെയ്തില്ല നമുക്ക് നോക്കാം. തുറന്നിട്ടില്ല സ്റ്റോറ്. ഇതാണ് ഞങ്ങളുടെ ഫോർവേഡ് സ്റ്റേഷൻ. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിലെല്ലാം. അപ്പോൾ ഈ കാർഗോ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഡിസ്ചാർജിങ് ലോഡിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ റോപ്സ് ടൈറ്റും അല്ലെങ്കിൽ ലൂസ് ആയിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എല്ലാ റോപ്സും ടൈറ്റാണോ അല്ലെങ്കിൽ സ്ലാക്ക് ആണെന്നോ നോക്കണം. അല്ലാതെ റോപ്സ് എല്ലാം പൊട്ടിപ്പോവും അല്ലേ. അപ്പോൾ നമ്മൾ ഓർഡിനറി സീമൻ എൻ്റെ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ എന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ ഒരു ഏബിൾ സീമാൻ ഉണ്ട്, ഒരു ഓർഡിനറി സീമാൻ ഉണ്ട്. ഏബിൾ സീമാൻ ഇപ്പോൾ ഗാങ് വേയിലാണുള്ളത്. അതായത് കപ്പലിലേക്ക് വരുന്ന ആൾക്കാരെയും കപ്പലിൽ നിന്ന് പോകുന്ന ആൾക്കാരൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് AB. അപ്പോൾ ബാക്കി കാർഗോ ഓപ്പറേഷൻ കാര്യങ്ങളിൽ മോണിറ്റർ ചെയ്യുന്നപ്പോൾ ഓർഡിനറി സീമാൻ ഉണ്ട്. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സോ അവർ അഡ്ജസ്റ്റ് ചെയ്യും. ചില സമയത്ത് AB കാർഗോ ഓപ്പറേഷനും മൂറിങ് ഓപ്പറേഷനും ചെക്ക് ചെയ്യും. അപ്പോൾ ഓർഡിനറി സീമാന് ഗാങ് വേയിൽ നമ്മുടെ SS ഗാങ് വേ അവിടെ നിന്നിട്ട് മോണിറ്റർ ചെയ്യും. ഇപ്പം റോപ്സ് എല്ലാം ഭയങ്കര ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്ലാക്കാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഡിസ്ചാർജിങ് ലോഡിങ്ങിനനുസരിച്ച് മാത്രം. ഓക്കെ. പിന്നെ നമ്മളെപ്പോഴും നോക്കണം കപ്പൽ അലോങ് സൈഡ് ആയിരുന്നു, അതായത് ബെർത്തിനോട് ചേർന്നിട്ടാണ് കിടക്കുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇവിടെ കണ്ടില്ല വേറൊരു വലിയ കപ്പൽ വന്നിട്ടുണ്ട്. കപ്പലിൻ്റെ പേര് ബർബറ എന്ന കപ്പലാണ്. അതിൻ്റെ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മദീര എന്ന് പറഞ്ഞൊരു പോർട്ടിൽ, മദീരയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കപ്പലിൻ്റെ പേര് ബർബറ. ഇത് കണ്ടില്ല, ആ കപ്പലിൻ്റെ ബാക്ക് സൈഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടെയ്നേഴ്സാണ്. അവരുടെ റോപ്സ് ഇവിടെ കാണാം. നമ്മുടെ റോപ്സ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഹെഡ് ലൈനാണ്. അത് അവരുടെല്ലാം സ്റ്റേൺ ലൈൻ. ആ കാണുന്നല്ല സ്റ്റേൺ ലൈൻ. നമ്മുടെ ഹെഡ് ലൈൻ ഈ രണ്ടെണ്ണം താഴത്തുണ്ട്. അത് 4 ഹെഡ് ലൈനും അവരെ 4 സ്റ്റേൺ ലൈനും. അപ്പം ആ സെയിം ലൈൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. 1 2 1 ഇവിടെ 2 ഇവിടെ, ബാക്കി 2 അവിടെ ഉള്ളത്. 4 ഹെഡ് ലൈനായി. ബാക്കി 2 സ്പ്രിംഗ് ലൈൻ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്പ്രിംഗ് ലൈന്. സ്പ്രിംഗ് ലൈന് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. കാരണം സ്പ്രിംഗ് ലൈൻ നമ്മൾ മുന്നോട്ടും പിന്നോട്ടും ഉള്ള മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്രിംഗ് ലൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ മൂറിങ് സ്റ്റേഷൻ. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മളെ ബോസൺ സ്റ്റോറാണ്. ബോസൺ സ്റ്റോർ തുറന്നുകൊണ്ടെന്ന് അറിയില്ല, നോക്കേണ്ടതുണ്ട്. നോർമലി പോർട്ടിലെത്തുമ്പോൾ ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ബോസൺ സ്റ്റോറിലേക്ക് പോകുന്ന ഒരു ബൂബി ഹാച്ചാണിത് ഈ കാണുന്നത്. ഇത് നമുക്ക് ബട്ടർഫ്ലൈ ഇതെല്ലാം തുറന്നതിന് ശേഷം ഇവിടുന്ന് എൻട്രൻസ് ഇല്ല. ഇവിടുന്ന് ഇൻ കേസ് നമുക്ക് റോപ്സ് എല്ലാം പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റഫ്സി എല്ലാം വരും. കടലെല്ലാം നല്ല റഫാവും. കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് അപ്പം ആ സമയത്ത് ചിലപ്പം റോപ്സ് എല്ലാം കടലിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെക്യൂർ ഫോർ സീ എന്ന് വരും. ഇപ്പോൾ റഫ്സി ഒക്കെ വരുന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും റോപ്സ് എല്ലാം എടുത്ത് നമ്മൾ സ്റ്റോറിൽ ഇട്ട് വെക്കും. ഇത് വിഞ്ചുള്ള റോപ്സ് കുഴപ്പമില്ല, അത് എപ്പോഴും ടൈറ്റായിട്ട് തന്നെ കിടക്കും. ബട്ട് ഇങ്ങനെ ലൂസായി കിടക്കുന്ന റോപ്സുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം ആ ഭാഗത്ത് 2 കിടക്കുന്നുണ്ട്. അതെല്ലാം വെള്ളത്തിൽ ചിലപ്പോൾ കാറ്റിലുമായി വന്നു കഴിഞ്ഞാൽ ചിലപ്പം തെറിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ വരാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ നേരത്തെ വെതറൊക്കെ റിപ്പോർട്ട്സ് കാര്യങ്ങളെല്ലാം കിട്ടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാം എടുത്തിട്ട് സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബൂബി ഹാച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വിടും. അപ്പോൾ ഇതിനുള്ളിൽ കിട്ടുന്നത് ബോസൺ സ്റ്റോറാണ്. ആ സ്റ്റോറിൽ പോയിട്ട് റോപ്പ് കൊടുക്കും. പിന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതിൽ കൂടെ തന്നെ റോപ്പ് ഇട്ടിട്ട് വലിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് കിടക്കുന്ന ഈ സ്റ്റോറിലേക്ക് ഈ സ്പെയർ റോപ്സും മറ്റെല്ലാ മെറ്റീരിയൽസും എല്ലാ സ്റ്റോഴ്സും കിടക്കുന്ന റൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ചെയിൻ ലോക്കറും ബോസൺ സ്റ്റോറിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുമോ എൻ്റെ ആങ്കർ വീഡിയോ കണ്ടവർക്കൊക്കെ, ഈ കാണുന്ന ചെയിനെല്ലാം ആങ്കർ ചെയിന് ബാലൻസ് എല്ലാം എവിടെ പോകുന്നത് എന്നുള്ളത്. അപ്പം ഇത് ഹൗസ് പൈപ്പാണെന്ന് ഞാൻ പറയണ്ടായിരുന്നു. ഇവിടെ കാണുന്നത് ഹോസ് പൈപ്പ് അല്ലാതെ വേറൊരു പൈപ്പ് കൂടെ ഉണ്ട്. അതിനാണ് സ്പാർലിംഗ് പൈപ്പ് എന്ന് പറയുന്നത്. സ്പാർലിംഗ് പൈപ്പ് ഇവിടെയാണ്, കണ്ടില്ലേ? സ്പാർലിംഗ് പൈപ്പ് ഇതിനുള്ളിലാണ്. അപ്പം അതിലൂടെ പോകുന്ന എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പം അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആ പോകുന്നത് നേരെ ചെയിൻ ലോക്കറിലാണ്. അപ്പോൾ ആ ചെയിൻ ലോക്കർ നമുക്ക് പോയി നോക്കാം. അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, പക്ഷേ എവിടെ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ രാഹുൽ ജോൺസൺ എന്ന പേര്, രാഹുൽ ജോൺസൺ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവൻ്റെ കൂടെ താഴത്ത് പോയി നോക്കാം. ഇൻ കേസ് ലോക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോസൻ്റെ അടുത്ത് നിന്ന് കീ വാങ്ങിയതിന് ശേഷം വേണം ഓപ്പൺ ആക്കാൻ. എന്നിട്ട് നമ്മൾ ബോസൺ സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് പോകും. സ്റ്റേഴ്സ് വഴി താഴത്തോട്ട് ഇറങ്ങിയിട്ട് പോകണം. പിടിച്ചോണ്ട് ഇറങ്ങില്ല, സ്ലിപ്പായി തട്ടുള്ളൂ. ഇവിടെ ഫുള്ള് ഡാർക്കാണ്. ഓക്കെ, ഇപ്പം ഓപ്പൺ ആയിരുന്നു, ഓപ്പൺ ആക്കി. ഇതാണ് ബോസൺ സ്റ്റോർ ഇല്ലേ, അതായത് കപ്പലിലെ ഫോർകാസ്റ്റ് ഡെക്കിൻ്റെ താഴത്ത് കാണുന്ന സ്റ്റോറാണ് ബോസൺ സ്റ്റോർ. ഒരുപാട് ഐറ്റംസ് ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാം കപ്പലിലെ മെയിൻ്റനൻസ് ജോബിനും അല്ലെങ്കിൽ ലാഷിങ് എക്യുപ്മെൻറ്റ്സ് ഒരുപാട് കാണുന്നത്. ഇവിടെ ഷോർട്ട് ബാർ ഉണ്ട് ഇവിടെ. പിന്നെ എം ടി ഡ്രംസാണ് ഇവിടെ കാണുന്നത്. പാലറ്റ് ലാഡർ ഉണ്ട്. പിന്നെ ഇൻ കേസ് നമ്മൾ സൊമാലിയ ഏരിയകളൊക്കെ, അതായത് പൈറേറ്റ്സ് ഉള്ള ഏരിയസ് കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കപ്പലിൻ്റെ ചുറ്റുഭാഗത്ത് അവർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വയറ് കിട്ടും, റേസർ വയർ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പേര് റേസർ വയർ. കണ്ടില്ലേ, ഇതൊന്ന് കൈ തട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് തൊട്ട് കൊടുത്താൽ മതി, കീറിപ്പോവും, കൈ ഇങ്ങനെ മുറിയോ. അത്രയ്ക്ക് സ്ട്രോങ് ആണത്. അപ്പം ഞങ്ങളുടെ കപ്പൽ ഈ കപ്പൽ ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുന്നേ ഈ കപ്പൽ ഗൾഫ് ഓഫ് ഏഡൻ ഏരിയ കൂടെ എല്ലാം ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആഫ്രിക്കൻ കോസ്റ്റ് കൂടെ എല്ലാം. അപ്പോൾ അതിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഷിപ്പിൻ്റെ എല്ലാ 360 ഡിഗ്രി എല്ലാ ഏരിയയിലും ഇത് വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം വരെ ഞങ്ങളിപ്പം ആ ഏരിയയിൽ പോകുന്നില്ലല്ലോ, ഇന്ത്യൻ കോസ്റ്റിലും കാര്യങ്ങളൊക്കെ പോകുന്നത്, ഇന്ത്യ, ശ്രീലങ്ക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഇവിടെ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം സ്പെയർ പല്ലാടർ. ഇൻ കേസ് നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പല്ലാടർ എങ്ങാനും കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ഒരുപാട് ഡ്രംസും കാര്യങ്ങളൊക്കെ, ഇതിലൊക്കെ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും കുറച്ചുണ്ട്. ഇതെല്ലാം നമ്മൾ ലാഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ്. ലാഷിങ് മെറ്റീരിയൽസ് ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ഇത് വെൽഡിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഒരുപാട് പൈപ്പ് മെറ്റീരിയൽസും എല്ലാം സ്പെയർ ഐറ്റംസാണ്. ഗ്രീസുകളുണ്ട് ഇവിടെ ഉണ്ട്, മുറ ഡബ്ബ ഉണ്ട്. ഇവിടെയും എക്സ്ട്രാ പാലറ്റ് ലാഡർ ഉണ്ട്. പിന്നെ റോപ്സ് ഞാൻ പറയില്ലേ. അപ്പം നമ്മൾ മുകളിൽ നിന്ന് കണ്ട ഏരിയ കാണിച്ചത്, മുകളിൽ നിന്ന് നമ്മൾ കണ്ട ഏരിയ ഈ ലാഡർ വഴി, ഇവിടെ ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട്. ഈ ലാഡർ വഴി നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ടില്ലേ, ബോസൺ സ്റ്റോർ എന്നുള്ള ബൂബി ഹാച്ച്, അതാണിത് എൻട്രൻസ്. ഇവിടെ സെപ്പറേറ്റ് നോർമൽ ലാഡറും കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ പോർട്ടബിൾ ലാഡർ കൊടുത്തിട്ട് ഇപ്പോൾ തൽക്കാലം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻ കേസ് മുകളിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോർട്ടബിൾ ലാഡർ വെച്ചിട്ട് മുകളിലോട്ട് കയറി പോകും. അതുകൊണ്ട് അതെല്ലാം സ്പെയർ റോപ്സാണ്, മൂറിങ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാം പുതിയ റോപ്പാണിത്. ഓക്കെ, ഇവിടെയും വേറെ റോപ്പുണ്ട്. പിന്നെ ഇതെല്ലാം സ്പെയർ എയർ വെൻസ് ആണ്. ഇൻ കേസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടാങ്കിൻ്റെ വെൻറ്റുകളൊക്കെ ഉണ്ടാക്കി ഡാമേജ് ആവുക, അല്ലെങ്കിൽ റെസ്റ്റ് വന്നിട്ട് ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്പെയർ ആയിട്ടുള്ള
എയർ വെൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം വെൽഡിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസാണ്. വല്ല എന്നും വെൽഡിങ് ഓപ്പറേഷൻ കപ്പലിൽ എന്നും ഉണ്ടായിരിക്കും. കപ്പലിലൊരു വെൽഡറുണ്ട്, ഡെക്കിലുണ്ട് എഞ്ചിനിലുണ്ട്. 2 പേരുണ്ട്, എഞ്ചിൻ റൂമിലുണ്ട്, അത് ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെക്കിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ, പൈപ്പ് ലൈനും കാര്യങ്ങളും. പിന്നെ ഫോർവേഡിൽ നമുക്ക് 6 ലൈഫ് ജാക്കറ്റ് ഉണ്ട്, 2 ഇമ്മേഴ്സൺ സൂട്ട്. അതെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്, ഈ ബോക്സിനുള്ളിലാണ്. ആൻഡ് ഇവിടെയും തന്നെ സ്റ്റോറിൻ്റെ ഭാഗം തന്നെയാണ്. ഇതും വിഞ്ചിൻ്റെ, നമ്മൾ ഫോർവേഡിൽ യൂസ് ചെയ്യുന്ന വിഞ്ച്, വിൻഡ്ലെസ്, ഇതിന് വേണ്ടിയുള്ള പമ്പും കാര്യങ്ങളൊക്കെ, മെയിൻ ഐറ്റംസൊക്കെ ഇവിടെ എടുക്കുന്നത്. അതിൻ്റെ ഓയിലിൻ്റെ സ്റ്റോറേജ് ടാങ്ക്. ഫയർ ഹോസ് ഇവിടെ ഉണ്ട്, ഒരു ഫയർ ഹോസ്. ഇനി ഇമ്പോർട്ടൻറ്റ് സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ചെയിൻ ലോക്കർ. അപ്പം നിങ്ങൾ മുകളിൽ കണ്ടില്ല, ചെയിൻ കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന 100-300 അടുത്ത് മീറ്ററോളം വരുന്ന ചെയിനുകൾ, ഇത് പോർട്ട് സൈഡിന് വേണ്ടിയിട്ടുള്ള ചെയിൻ ലോക്കറും, പോർട്ട് സൈഡ് ആങ്കറിന് വേണ്ടിയുള്ള ചെയിൻ ലോക്കറും, ഇത് സ്റ്റാർബോർഡ് സൈഡിന് വേണ്ടിയുള്ള ചെയിൻ ലോക്കറും. അങ്ങനെ 2 ചെയിൻ ലോക്കറുകളിൽ കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ മാനുവൽ. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റും. ഫുള്ള് ടൈറ്റാണ്. സ്പെയർ ഷാക്കിളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻക്ലോസ് സ്പേസ് ഡു നോട്ട് എൻ്റർ വിത്തൗട്ട് പെർമിറ്റ് എന്ന്. അപ്പം അതിനുള്ളിലൊന്നും എൻ്റർ ചെയ്യാൻ പാടില്ല നമുക്ക് പെർമിഷൻ ഇല്ലാതെ. എൻക്ലോസ് സ്പേസിൽ അടഞ്ഞു കിടക്കുന്ന ഏരിയയാണ്. ഏതെങ്കിലും ഏരിയ ഒരു മോർ ദാൻ 24 hours അടഞ്ഞു കിടക്കുക എന്നുണ്ടെങ്കിൽ എൻക്ലോസ് സ്പേസ് അവിടെ ഓക്സിജൻ്റെ അഭാവം ഉണ്ടാവും, ഓക്സിജൻ അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പെർമിഷൻ ഇല്ലാതെ ഒന്നും എൻ്റർ ചെയ്യാൻ പാടില്ല. ഇതാണ് ബിറ്റർ എൻഡ്. ഇത് ആങ്കറിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, മീൻസ് ചെയിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ ബിറ്റർ എൻഡ് എന്ന് പറയാം അല്ലേ. വേറെ ഇനി ഇവിടെ കാണാൻ കഴിയുന്നത് ഇതെല്ലാം നമുക്ക് ഹാച്ച് കവറിൻ്റെ മുകളിൽ കാണുന്ന ഇതാണ്. അന്ന് ഡെക്ക് ഷൂ എന്ന് പറഞ്ഞില്ല ഞാൻ, അതാണ് സംഭവം. ഇത് ഡെക്ക് ഷൂ എന്ന് പറയുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ISO സോക്കറ്റ് എന്നൊക്കെ പറയും. അപ്പം അതിൻ്റെയൊക്കെ സ്പെയറാണ്. പല സൈസിലുണ്ട്, സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, ആൻഡ് അങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. പിന്നെയും ഒരുപാട് സ്പെയർ ഐറ്റംസ് ഇവിടെ ഉണ്ട്. വലിയൊരു റൂമാണ്, നമുക്ക് എല്ലാ സ്പെയർ ഐറ്റംസും ഇവിടെ തന്നെ വെക്കാം. വെൽഡറിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ലൈൻസും കാര്യങ്ങളും. അപ്പം 2 ഡോറുണ്ട് നമുക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടി. ഇവിടെ ഒരു ഡോറുണ്ട്, അതുപോലെ അപ്പുറത്തൊന്നുണ്ട്. നമ്മൾ അപ്പുറത്ത് കൂടെ വന്നത്, ഇപ്പുറത്ത് കൂടെ വേണമെങ്കിൽ പോകാം. നമ്മൾ തിരിച്ച് അത് കൂടെ തന്നെ പോകുന്നുള്ളൂ. അപ്പം ഇതൊക്കെ നമ്മുടെ സ്പെയർ ലാഷിങ് മെറ്റീരിയൽസാണ്. ടിഷ് ലോക്ക്, ബേസ് ലോക്ക്, സ്റ്റാക്കിംഗ് കോൺസ്, അങ്ങനെ പല ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇവിടെയും പല ലാഡർ ഉണ്ട്, അത് പഴയതാണ്, ഓൾഡാണ്. അപ്പോൾ കപ്പലിൽ യൂസ് ചെയ്ത എല്ലാ പഴയ ഐറ്റംസും അല്ലെങ്കിൽ ഇനി യൂസ് ചെയ്യാത്ത ഐറ്റംസും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ മറ്റ് ഭാഗങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പുറത്ത് ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാം ഉള്ളിൽ തന്നെ മീൻസ് ഇതേപോലെ തന്നെ നല്ല സ്ഥലങ്ങളിൽ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കും. പിന്നെ ഇതെല്ലാം വയേഴ്സാണ്. അതായത് നമ്മൾ കപ്പലിൽ യൂസ് ചെയ്യുന്ന ഗാങ് വേ, പൈലറ്റ് ലാഡറിനെ എംബാർക്കേഷൻ കോമ്പിനേഷൻ ലാഡർ എന്നൊക്കെ പറയും. അപ്പം അതിനൊക്കെ യൂസ് ചെയ്യുന്ന, അതേപോലെ ലൈവ് ബോട്ട്, അതിനൊക്കെ യൂസ് ചെയ്യുന്ന വയറും കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റോറിനുള്ളിൽ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ സ്പെയർസാണ്. അപ്പോൾ നമ്മൾ എല്ലാ 5 years കൂടുമ്പോഴും ഇതിൻ്റെ എല്ലാം വയേഴ്സ് ചേഞ്ച് ചെയ്യണം, അപ്പം റിന്യൂ ചെയ്യണം. അപ്പം പുതിയ വയർ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് അതിൽ മാറ്റാം. അപ്പോൾ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ ഡ്രൈ ഡോക്കൊക്കെ വരുന്നുണ്ട്, മാർച്ചോട് കൂടിയൊരു കപ്പലിൽ. ആ സമയത്ത് എല്ലാം ചേഞ്ച് ആക്കും. എന്തായാലും അടുത്ത മാസത്തോടു കൂടി ഞാനും സൈൻ ഓഫാണ്. ഇനി ഈ കപ്പലിലേക്ക് വരും തോന്നുന്നില്ല. ഇനി ഇതേപോലത്തെ വേറെ ഏതെങ്കിലും കപ്പലായിരിക്കും. ചിലപ്പോൾ ഇതിനേക്കാളും ചെറുതായിരിക്കും, ചിലപ്പോൾ ഇതിനേക്കാളും വലുതായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ചെയിൻ ലോക്കർ. ഇത് സ്റ്റാർബോർഡ് സൈഡാണ്, ഇത് പോർട്ട് സൈഡാണ്. കപ്പലിൻ്റെ ഏറ്റവും ഫ്രണ്ട് സൈഡാണിത്, ഏറ്റവും ഫ്രണ്ടിലാണ്. ആൻഡ് ഇതിനേക്കാളും കുറച്ചും കൂടെ താഴത്താണ് വാട്ടർ വരുന്നത്, ലെവൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുണ്ട് ബോവേൻ്റെ കുറച്ചും കൂടെ മുകളിലാണ് ഈ ഏരിയ വരുന്നത്. ഓക്കെ, ഇനി വേറെ സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല. ഇത് നമ്മുടെ മുകളിൽ നിന്ന് കണ്ട ഹോസ് പൈപ്പില്ലേ, ഹോസ് പൈപ്പാണത്. ഇതിൻ്റെ അറ്റത്താണ് ആങ്കർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ അടിയിൽ ഹോസ് പൈപ്പ് കണ്ടില്ലേ,
അപ്പം മേലാണ് വിഞ്ചസും വിൻലെസ്സും കാര്യങ്ങളും അതിൽ കൂടെ ഹീവപ്പ് ചെയ്തിട്ട് നേരെ ചെയിൻ ലോക്കർ വന്നിട്ട് ചെയിൻ കിടക്കും. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുണ്ട്, സ്റ്റാർബോർഡ് സൈഡിലുണ്ട്, പോർട്ട് സൈഡിലുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ ഹോസ് പൈപ്പ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫോർവേഡ് സ്റ്റോറിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാ പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെ പാനൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എല്ലാത്തിനുള്ള പവർ സപ്ലൈയും കാര്യങ്ങൾ, അതായത് ഫോർവേഡില്ല മൂറിങ് വിഞ്ചസ്, പിന്നെ വിൻലെസ്, അങ്ങനെ എല്ലാ സംഭവത്തിനുള്ള പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ കപ്പലിൽ ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ട്. ഇലക്ട്രീഷ്യനാണ് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം നമുക്കിനി പതുക്കെ പുറത്തോട്ട് ഇറങ്ങാം. ഇതാണ് അങ്ങനെ ബോസൻ സ്റ്റോർ. പുറത്തേക്ക് വന്ന് ഡാർക്കായി, കാരണം ഡേ ടൈം അതുകൊണ്ട് ലൈറ്റുകളൊന്നും ഓണാക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങളിത് ലോക്ക് ചെയ്യണം. ആക്ച്വലി ഇത് പോർട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ സ്റ്റോറുകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ബോസിന് എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഓപ്പൺ ചെയ്തിടും. അപ്പോൾ ആക്ച്വലി നമ്മൾ പോർട്ടിൽ എല്ലാം ലോക്ക്, ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയ ഓതറൈസ് പേഴ്സൺ കാണിക്കുന്നതാണ്. പിന്നെ കീപ് ക്ലോസ് എന്ന് പറയുന്നത് ഇട്ടിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിപ്പോൾ നമ്മൾ വീണ്ടും കപ്പലിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോവാണ്. ഇപ്പോൾ വഴി ഭാഗത്തൊക്കെ ഒരുപാട് പേര് കിടന്നുറങ്ങുന്നത് കാണാം. അപ്പം ഇവിടെ എല്ലാം ഒരുപാട് പേര് കിടന്നുറങ്ങുന്നുണ്ട്. കുറേ പേര് അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട്. എല്ലാം സ്റ്റ്യൂഡോസാണ്. അവർ ലാഷിങ്ങും അൺലാഷിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടെയ്നറിൻ്റെ അൺലാഷിങ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഡിസ്ചാർജിങ് മാത്രം നടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം അൺലാഷിങ് ചെയ്തിട്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ലോഡിങ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു ലാഷിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് ലാഷ് ചെയ്യും. എല്ലാം ഇവിടെ റെസ്റ്റ് എടുക്കുന്നത് കാണാം. രാവിലെ നമുക്ക് ആഫ്റ്റർ സൈഡിലേക്ക് പോവാം. വീണ്ടും കപ്പലിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ്. ഹായ് ഹായ്. ഇവിടെ എല്ലാം ഡെക്കിലെല്ലാം ഇപ്പം ചിപ്പിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഫുള്ളി റെസ്റ്റഡ് ആണ് ഡെക്കെല്ലാം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ സെയിലിങ്ങുള്ള സമയത്ത് ഫുള്ളി ഡീറെസ്റ്റിങ് ചെയ്യാണ്. അതായത് ചിപ്പിങ് ചെയ്തിട്ട് റെസ്റ്റെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇപ്പം പ്രൈമർ കോട്ട് പെയിൻറ്റ് പ്രൈമറെല്ലാം അപ്ലൈ ചെയ്തിട്ടിരിക്കണം. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഡെക്കിലെല്ലാം കാണാം. ഇതെല്ലാം ആ പ്രൈമർ അപ്ലൈ ചെയ്തിരിക്കണം. ഇവിടെ എല്ലാം പ്രൈമറാണ്. ഇതൊക്കെ ചിപ്പിങ് ചെയ്ത് ഇതെല്ലാം ഇവിടെ എല്ലാം ആ പ്രൈമർ കോട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷമാണ് അവർ അപ്ലൈ ചെയ്യുള്ളൂ പെയിൻറ്റ്. അവിടെ ഒരു കപ്പലുണ്ട്, എക്സ്പ്രസ് ബ്രഹ്മപുത്ര എന്നിട്ട്. ആ കപ്പലിൽ ബങ്കറിങ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതായത് കപ്പലിൽ ഇന്ധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചെറിയ ഷിപ്പിൽ നിന്നാണ് ബങ്കർ ബാജിൽ നിന്നാണ് കപ്പലിൽ ഇന്ധനം കയറ്റുന്നത്. നമ്മളെ കപ്പലിൽ അങ്ങനെ ചെയ്യുന്നത്, എല്ലാ കപ്പലിലും അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പോർട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിലെ കാഴ്ചകളൊക്കെ. ഇപ്പോൾ അത് നമ്മൾ തിരിച്ച് ഗാംഗയിലേക്ക് പോവുകയാണ്. കപ്പലിൽ ഇമിഗ്രേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ പോർട്ടിലെത്തി കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ കസ്റ്റംസ് എല്ലാം ബോർഡ് ചെയ്യും. അപ്പം പക്ഷേ ഡോക്യുമെൻറ്റ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ഇമിഗ്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് ഇമിഗ്രേഷൻ ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. നമുക്കിവിടെ ഇമിഗ്രേഷൻ, പോലീസ്, ഇവർക്ക് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഇമിഗ്രേഷനുള്ള ഡോക്യുമെൻറ്റ്സ് അവർ ആക്ച്വലി പോർട്ടിൽ വെളിയിൽ നിൽക്കുള്ളൂ, മീൻസ് കപ്പലിൽ ജെട്ടിയിൽ നിൽക്കുള്ളൂ. കപ്പലിലോട്ട് വരുന്നില്ല, കാരണം ഈ കൊറോണയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പം നമുക്ക് ജെട്ടിയിൽ പോയൊരു ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ താഴത്തോട്ട് പോവാണ്. ഇത് ഇങ്ങോട്ട് വരുമോ നോക്ക്. Uh, 1154 1154. Sorry? Sorry? Third? Second officer. We'll be taking from Jebel Ali only. I am from India. No, where are you going to fill the stuff back here? Sorry? Where are you going to fill the stuff From back Jebel Ali, Jebel Ali. After Cochin we are going to Jebel Ali. From there we will take the all. Next time in the side, yeah? Oh yeah, sure. Thank you. നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും താഴത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്ക് സൈഡൊക്കെ ഒന്ന് പോയി നോക്കാം കണ്ടീഷൻ. ജസ്റ്റ് ജെട്ടിൽ ഇറങ്ങിയിട്ട്, ജെട്ടിൽ ഇറങ്ങി നടക്കാൻ പാടില്ല, ഈ കൊറോണയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പം നമുക്ക് ഈ ഡ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഡ്രാഫ്റ്റ് മാർക്ക് നമുക്കിവിടെ വിസിബിൾ ആണ്. ഏകദേശം 11.5 മീറ്റർ 11.5 മീറ്ററിൽ കപ്പൽ ഇപ്പം മുങ്ങിക്കിടക്കുന്നത്. പിൻഭാഗം ഓൾമോസ്റ്റ് ഫുള്ളി ലോഡഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അറൗണ്ട് 800 ബോക്സ് ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരു 1100 ബോക്സ് ലോഡിങ് ചെയ്യും. ബാക്ക് സൈഡ് എല്ലാം ഓക്കെയാണ്. റോപ്സൊക്കെ എല്ലാം ടൈറ്റായിട്ട് തന്നെ കിടക്കുന്നത്. ഫുള്ള് നിങ്ങൾക്ക് കാണാം, എല്ലാ റോപ്സും ടൈറ്റാണ്. ജെട്ടിൽ തന്നെ സെക്യൂരിറ്റി പീപ്പിൾ എല്ലാം ഉണ്ട്. ആക്ച്വലി അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നില്ല ഉറപ്പ് വരുത്തണം. അതേപോലെ കപ്പലിൽ അവർ ബോർഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം.
അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റീനെ വിളിച്ചിട്ടുള്ളത്. ആദ്യം അവിടെ സെക്യൂരിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ കസ്റ്റംസ്, ഇമിഗ്രേഷൻ, പോലീസ്, നേവി കൂടെ ISPS എന്ന് പറയുക, നേവി ഏജൻസ്, ഇവരൊക്കെ ആദ്യം കപ്പലിൽ വരുമെന്ന്. കപ്പൽ ബർത്ത് ആയി കഴിഞ്ഞാൽ ബോർഡിങ്ങിന് വരും. കപ്പലിൽ വന്നിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് പോവുക. അപ്പം പുതിയ റൂൾസ് ഇവിടെ വന്ന പ്രകാരം, ഈ പോർട്ടിലെ നിയമപ്രകാരം ആരും കപ്പലിൻ്റെ ഗാങ്വേയിൽ ചവിട്ടാൻ പാടില്ല. എല്ലാവരും ജെട്ടിൽ വന്ന് നിൽക്കും. ജെട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഡ്യൂട്ടി ഓഫീസർ വന്നിട്ട് ഡോക്യുമെൻറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പം നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് കപ്പലിൻ്റെ ക്രൂ ലിസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ക്രൂ ലിസ്റ്റിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാമ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടി. കസ്റ്റംസ് ഓൾറെഡി നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി പോർട്ട് പോലീസും വരാണ്ട്, ISPS നേവിയും വരാണ്ട്. തിരിച്ച് നമ്മൾ ഷിപ്സ് ഓഫീസിലേക്ക് തന്നെ പോവാണ്. കാർഗോ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. കപ്പൽ ഞങ്ങൾ സെയിലായി. അടുത്ത പോർട്ടിനെ ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെതറെല്ലാം ഇമ്പ്രൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും കാർമേഘങ്ങൾ കൊണ്ട് ആകാശം മൂടപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ മഴയൊന്നും ഇതുവരെ പെയ്തിട്ടില്ല. നല്ല തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതുപുത്തൻ കാഴ്ചകളും അറിവുകളുമായിട്ട് ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ എൻ്റെ ചാനലിലൂടെ ഞാൻ വീണ്ടും വരാം. അപ്പം അതുവരെക്കും ബൈ ബൈ, ടേക്ക് കെയർ.